ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇത്ര നാൾ പരിചയപ്പെട്ട ബൈക്കുകളെ കുറിച്ചാണ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് സ്കൂട്ടർ സെഗ്മെൻറ്റിലെ ഒരു വണ്ടിയാണ്. ഏത് വണ്ടിയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സുസുക്കിയുടെ ബർഗ്മാൻ സ്ട്രീറ്റ് 125 എന്ന മോഡൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പം അതിൻ്റെ BS6 മോഡലിലെ ചില ഗുണങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ഇരിക്കും BS4 ആണ്. അപ്പോൾ ഇനി വരുന്ന അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് സുസുക്കി ബർഗ്മാൻ സ്ട്രീറ്റ് 125. ഭയങ്കര സ്പീഡാണോ? അപ്പം നമുക്ക് ആദ്യം ലുക്ക് തന്നെ പറയാമല്ലേ. ഇത് ഒരു നല്ല വിങ്ഷീൽഡ് തന്നെ തുടങ്ങിയേക്കാല്ലേ. ഒരു നല്ല വിങ്ഷീൽഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താ, നമുക്ക് അത്യാവശ്യം പ്രയോജനകരമായിട്ടുള്ള ഒരു വിങ്ഷീൽഡും കാര്യങ്ങളൊക്കെ തന്നിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു ഡിസൈൻ, വണ്ടിയുടെ ഒരു ബ്ലാക്കിൽ ഒരു എടുപ്പ് തോന്നിക്കാൻ വേണ്ടി ഒരു സിൽവർ കളർ ഡിസൈൻ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇനിയിപ്പം നമ്മുടെ ഹെഡ്ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ ഒരു പാർക്കിംഗ് പോലെ, ഒരു മിനിറ്റ് ഗൈസ്, കണ്ടോ, ഇവിടെ ഒരു പാർക്കിംഗ് ലൈറ്റ് ഉണ്ട്. ഇത് വണ്ടിയുടെ ഇത്രയും ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ഡിമ്മാണ്. ഈ രണ്ട് ഭാഗമാണ് വണ്ടിയുടെ ബ്രൈറ്റും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം നല്ല വെട്ടം കാര്യങ്ങളൊക്കെ ഉള്ള LED ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ രണ്ട് സൈഡിൽ കാണുന്നതാണ് വണ്ടിയുടെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ പറയുന്നത്. സസ്പെൻഷൻ നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ സ്കൂട്ടർ സെഗ്മെൻറ്റിൽ ഏറ്റവും തല്ലിപ്പൊളിയായിരുന്ന ഒരു കാര്യമായിരുന്നു ഫ്രണ്ടിലെ സസ്പെൻഷൻ. നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുമായിരുന്നു മേലോട്ട്. അതിനൊരു ചെറിയൊരു ശമനം വരുത്തി. ഒരു 2018-19 മോഡലായതിന് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ വണ്ടിയിൽ കൊണ്ടുവരാൻ തുടങ്ങി. അതേതായാലും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ ഇത് കണ്ടോ, ഇതിന് വിത്ത് ഡിസ്ക് ബ്രേക്ക്, പിന്നെ അലോയ് വീൽസാണ് വന്നിരിക്കുന്നത്. ബാക്കിൽ അലോയ് വീൽസ്, ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക്, ബാക്കി ഡ്രം ബ്രേക്കുമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിന് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ചവിട്ടിയിരിക്കാനുള്ള പ്ലാറ്റ്ഫോം, അതിനെക്കുറിച്ചാണ് എടുത്ത് പറയേണ്ടത്. നമുക്കിവിടെ ചവിട്ടി കുറേ നേരം ഇരുന്ന് കഴിയും മടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് ചവിട്ടി നല്ല റൈഡിങ് കംഫോർട്ട് തരുന്ന ഒരു പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബർഗ്മാൻ സ്ട്രീറ്റ് 125 തരുന്നത്. ഇതിപ്പം നമ്മുടെ പില്ലിൻ സീറ്റ് ഇരിക്കുന്നതൊക്കെ അത്യാവശ്യം ചവിട്ടി നല്ലപോലെ ഇരിക്കാവുന്ന ഒരു പുഡ്രസ്സിനും കാര്യങ്ങളൊക്കെ, പിന്നെ ലേഡീസിനാണെങ്കിലും ഇരിക്കാനുള്ള പുഡ്രസ്സിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് വരുന്നത് ഒരു സിംഗിൾ സീറ്റായിട്ടുള്ള സീറ്റും കാര്യങ്ങളും, അത്യാവശ്യം നല്ല കുഷ്യനോടുകൂടി സീറ്റൊക്കെയാണ് വന്നിരിക്കുന്നത്. ഗ്രാബ് റെയിൽ നല്ല, നമുക്ക് ബാക്കി ഇരിക്കുന്ന പില്ലിന് പിടിച്ചിരിക്കാൻ നല്ല അത്യാവശ്യം നല്ല പിടിച്ചിരിക്കാൻ പറ്റുന്ന പോലെ നല്ല കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഗ്രാബ് റെയിലാണ് നമുക്ക് ബർഗ്മാൻ തരുന്നത്. ഇനിയും ടൈലൈറ്റ് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല വണ്ടിയായിരുന്നു. പിന്നെ ഇങ്ങനൊരു ഡിസൈനുള്ള കാര്യമൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അടിപൊളി ഡിസൈന്. ഇതിൻ്റെ അകത്ത് ഈ കാണുന്ന ഇതിൻ്റെ അകത്ത് ഈ കാണുന്നതാണ് വണ്ടി ബ്രേക്ക് പിടിക്കുമ്പോൾ കത്തുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഇൻഡിക്കേറ്റർ ഹലോജൻ ബൾബാണ്, ഫ്രണ്ടിലും ഹലോജൻ ബൾബാണ്. അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ഞാൻ ഇത്ര നേരം പറഞ്ഞ 125 cc വണ്ടി സെഗ്മെൻറ്റിൽ തന്നെയാണ്. പക്ഷേ 124 cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് നമുക്ക് ബർഗ്മാൻ സ്ട്രീറ്റ് 125 കിട്ടുന്നത്. നമ്മുടെ എക്സോസ്റ്റിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അതിമനോഹരമായിട്ടുണ്ട്. എക്സോസ്റ്റൊക്കെ ഇച്ചിരി ക്ലാസ് രീതിയിലൊക്കെ സെറ്റാക്കി തന്നു. പിന്നെ വണ്ടിയുടെ എഞ്ചിൻ ഭാഗത്തോട്ടൊക്കെ വലിയ ചള്ള കയറായിരിക്കാൻ വേണ്ടി ഒരു ടയർ ഹഗ്ഗർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നല്ല പ്രയോജനകരമായിട്ടൊരു സാധനം തന്നെയാണ്. പിന്നെ ടയർ സൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ബാക്കിൽ 90-100 സൈസ് ടയറാണ് വരുന്നത്, ഫ്രണ്ടിൽ 90ൻ്റെ സൈസ് ടയറാണ് വരുന്നത്. സ്റ്റോർ ചെയ്യാൻ പറ്റിയ കുറേ ഭാഗങ്ങളുണ്ട്. ഇവിടെ ഒരു ഓപ്പണായിട്ടൊരു ബോക്സ് പോലെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ കടയിൽ കയറി ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചില്ലറയൊക്കെ കിട്ടിയിട്ടുണ്ട്, അവിടെ കൊണ്ടിടാം. പിന്നെ അടുത്ത തവണ നമുക്ക് എടുക്കാൻ പോയി. പിന്നെ അത്യാവശ്യം എന്താ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഫോൺ തന്നെ. നമുക്ക് ഫോൺ ഇവിടെ എടുത്ത് വെക്കാം, തെറിച്ച് പോകും, അങ്ങനെ പേടിക്കുകയേ വേണ്ട. പിന്നെ നമ്മളിപ്പോൾ വെള്ളമൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ആ വെള്ളത്തിൻ്റെ 1 ലിറ്ററിൻ്റെ കുപ്പി നല്ല സുഖമായിട്ട് ഇറങ്ങിയിരിക്കും അതിനകത്ത്. പിന്നെ വേറൊന്ന് വരുന്നത് ഈ ഒരു ബോക്സാണ്. ഈ ബോക്സിനകത്ത് ഒരു ചാർജർ പ്ലഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോൺ ഇതിനകത്ത് കയറ്റി വെച്ചിട്ട് ഫോൺ കുത്തിയിട്ട് ഇതങ്ങ് അടച്ച് വെച്ചാൽ വെള്ളം കയറുമോ അങ്ങനെ ഒരു പരിപാടിയില്ല. ഒന്നും നമുക്ക് പേടിക്കുകയേ വേണ്ട. അതിനകത്ത് നമുക്ക് ഫോൺ സേഫ് ആയിരിക്കും. പിന്നെ ബാക്കിലത്തെ സ്റ്റോറേജ് നല്ല ഇടവിളൊക്കെ. എല്ലാവരും ഹെൽമെറ്റ് ഒക്കെ, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റിനകത്ത് വെച്ച് ഓടിക്കേണ്ട കാര്യമില്ല, നമ്മൾ തല വെച്ച് തന്നെ ഓടിക്കണം.
ഇത് നമുക്ക് നല്ല സ്റ്റോർ, നമ്മളിപ്പോൾ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ എന്താ പറയുക, നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉള്ളൊരു വണ്ടി തന്നെയാണ്. 5.5 ലിറ്റർ ടാങ്കും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ പുതിയ മോഡലിൽ വന്നേക്കുന്ന ഒരു ചെറിയ കാര്യങ്ങളാണ് അത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഇപ്പോൾ കണ്ടു ഒറ്റ സ്വിച്ച്, ഇവിടെ ആ സ്വിച്ച് നേരെ മേളിലോട്ട് കയറുന്നു. പിന്നെ എൻജിൻ കിൽ സ്വിച്ച്, പിന്നെ എൻജിൻ ഓണാക്കാൻ ഒരു സ്വിച്ച്, ആ സ്വിച്ചേ തന്നെ വണ്ടി സ്റ്റാർട്ടാക്കാനും അങ്ങനെ ഒരു മാറ്റം മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ പിന്നെ വണ്ടി ഒന്ന് ഓടിച്ചാലോ? ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വണ്ടി ഓടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ ബാക്ക് ഒരു പില്ലിനൊക്കെ വെച്ചാണ് ഞാൻ ഓടിക്കുന്നത്. കാരണം വണ്ടി എന്തോരം കംഫർട്ടാണെന്ന് അറിയാനുള്ള ഒരു കാര്യത്തിന് വേണ്ടി മാത്രം. അപ്പം ഞാൻ ആദ്യം എല്ലാ വണ്ടിയിലും പറയുന്ന പോലെ വൈബ്രേഷനെ കുറിച്ച് തന്നെ ആദ്യം പറയാമെന്ന് കരുതിയാണ് കയറിയത്. എനിക്ക് വലിയ വൈബ്രേഷനും കാര്യങ്ങളൊന്നും തോന്നിയേയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്കൂട്ടർ സെഗ്മെൻറ്റിൽ വൈബ്രേഷൻ പറയേണ്ട കാര്യമില്ലെങ്കിലും വൈബ്രേഷനൊന്നും എനിക്ക് തീരെ തോന്നിയില്ല. ഒരു 80 മണ്ടയിലോട്ടൊക്കെ കയറി കഴിയുമ്പോഴത്തേന് അത്യാവശ്യം ചെറിയ വൈബ്രേഷനൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അത് നമ്മുടെ ഹാൻഡിലിൻ്റെ അവിടെ നിന്ന് മാത്രമാണ്. നമ്മുടെ സ്കൂട്ടർ സെഗ്മെൻറ്റിൽ നെയ്ക്കഡ് പോലെയായിരുന്നു ഹെഡ് ലൈറ്റൊക്കെ നമ്മുടെ ഈ ഹാൻഡിലെ തന്നെ. ഇത് പക്ഷേ നമുക്കിപ്പോൾ കിറ്റ് പോലെ, അല്ല കിറ്റ് ബൈക്കൊക്കെ ഓടിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് ഈ ബർഗ്മാൻ 125 വണ്ടി തരുന്നത്. ബർഗ്മാൻ 650 എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു കുടുംബത്തിലെ ഒരു ഇളമുള തമ്പുരാൻ എന്ന് വേണേൽ പറയാമല്ലേ. അവരുടെ ഒരു കുഞ്ഞനീനെ പോലെയാണ് നമുക്ക് ഈ ഒരു ബർഗ്മാനെ കൊണ്ട് തന്നിരിക്കുന്നത്. ഇതിൻ്റെ പവർ എന്ന് പറയുമ്പോൾ 8 bhp പവർ, പിന്നെ 10 Nm ടോർക്കുമാണ് നമുക്ക്. 10 Nm ടോർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് 5500 RPM-ലാണ്. പവറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലപോലെ തരുന്ന ഒരു സ്കൂട്ടർ സെഗ്മെൻറ്റിലെ ഒരു നല്ല വണ്ടി തന്നെയാണ്. കാല് വെക്കാനൊക്കെ നമുക്ക് നല്ല സ്പേസ്. നമ്മളിങ്ങനെ ഇരുന്ന് കുറേ ദൂരം, അതായത് നമ്മൾ ടൂറിങ്ങിനൊക്കെ വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ്. അപ്പം നമ്മൾ ടൂറിങ്ങിനൊക്കെ നമ്മൾ ഈ വണ്ടി സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് ലഗേജ് വെക്കാനൊക്കെ നല്ല അത്യാവശ്യം കാര്യങ്ങളൊക്കെ, നല്ല ഇടയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പം പറഞ്ഞു വരാം. അപ്പം നമുക്ക് ഈ കാലിങ്ങനെ കുറേ നേരം ഒരേ ഒരു ആംഗിളിൽ വെച്ച് കുറേ നേരം ഓടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോൾ അതൊക്കെ കാലിനൊക്കെ ഒരു വിഷമം തോന്നുവാണെങ്കിൽ നേരെ മേലോട്ട് കയറ്റി വെക്കാം. കണ്ടോ, നിങ്ങൾ കാണുന്നു, അതിമനോഹരം. നമുക്ക് നല്ല ഒരു നല്ല കംഫർട്ട് തരുന്നുണ്ട്. നമുക്ക് സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് വേറെ ദേഹത്തിന് ഒരു പെയിനും കാര്യങ്ങളൊന്നും, അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഹാൻഡിലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ വണ്ടി തിരഞ്ഞെടുക്കുന്നവർക്ക് എന്താണെന്ന് വെച്ചാൽ ഡെയിലി യൂസിനാണെങ്കിൽ അടിപൊളി. അതായത് നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് സാധനങ്ങൾ മേടിച്ച് സ്റ്റോറേജ് സ്റ്റോർ ചെയ്യാനായിട്ട് ഫ്രണ്ടിൽ നല്ല ഇടമുണ്ട്. പിന്നെ നമ്മുടെ സീറ്റിനടിയിൽ നമുക്ക് സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ ഒരുപാട് ഗുണമുണ്ട്. നമുക്ക് ഡെയിലി യൂസ് ആണെങ്കിലും ഇപ്പോൾ ടൂറിങ്ങിനാണേലും അത്യാവശ്യം നല്ല ഒരു കംഫർട്ട് വരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ബർഗ്മാൻ 125 കൊണ്ട് തന്നിരിക്കുന്നത്. അപ്പം വണ്ടി എത്രത്തോളം നമുക്ക് ഓടിച്ചെടുക്കാൻ, അതായത് നമുക്ക് തിരിക്കാനൊക്കെ എന്ത് എളുപ്പമാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വണ്ടി വളച്ച് ഒരു ട്രാഫിക്കാണ്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വണ്ടി ഒന്ന് ഡൈവേർട്ട് അല്ലെങ്കിൽ തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഒടിവും കാര്യങ്ങളും ഒക്കെ. പക്ഷേ നല്ല കൺട്രോളും നമുക്ക് തരുന്നുണ്ട്. അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മറിഞ്ഞു പോകുന്നൊരു തോന്നലോ അങ്ങനെ ഒന്നും നമുക്ക് തരുന്നില്ല. സീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. നല്ല സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നല്ല വൈഡായിട്ടുള്ള സീറ്റിങ് കാര്യങ്ങളൊക്കെയാണ്. അതായത് നമുക്ക് കംഫോർട്ട് തരുന്ന തരത്തിലുള്ള സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് തരുന്നത്. നമുക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വലിപ്പമുള്ള സീറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. ഇപ്പം പില്ലിനാണേലും, ഞാൻ സീറ്റ് കാര്യം പറഞ്ഞാലും എങ്കിലും പില്ലിനാണേലും നല്ല കംഫോർട്ട് തരുന്ന തരത്തിലുള്ള സീറ്റിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ മീറ്ററിൻ്റെ കാര്യങ്ങൾ പറയുന്നത് ഡിജിറ്റൽ മീറ്ററാണ്. നമ്മുടെ ജിക്സറിലൊക്കെ വരുന്ന മോഡലൊരു മീറ്ററും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ടൈം അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. ടൈം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓഡോമീറ്റർ, പിന്നെ നമ്മുടെ ഫ്യൂവൽ പെട്രോളിൻ്റെത്, പിന്നെ കിലോമീറ്റർ കാണിക്കാൻ, അങ്ങനെ ചെറിയ ബേസായിട്ടുള്ളൊരു ചെറിയ ഡിസ്പ്ലേ പോലെ ഒരു ചെറിയ മീറ്ററും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു പിന്നെ ട്രിപ്പ് 1, ട്രിപ്പ് 2, ഇതിന് AB എന്നാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ഒക്കെ ആണെങ്കിലും ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് ഇവിടെ ആയിട്ട് 2 ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രൈറ്റിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്ര വളരെ ചെറിയ ഇൻഫർമേഷൻ മാത്രം തരുന്ന ഒരു മീറ്റർ കൺസോളാണ്. നമുക്ക് സ്റ്റാൻഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇൻഡിക്കേറ്റർ കാണിച്ചിട്ടില്ല. പിന്നെ വണ്ടിയുടെ ഓയിൽ ചേഞ്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഈ സൈഡിൽ ടൈമിൻ്റെ മണ്ടയിലായിട്ട് കാണാൻ കഴിയുന്നതാണ്. നമ്മുടെ എല്ലാ വണ്ടികളിലും വരുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ താക്കോൽ, കീ ഇടുന്ന ഹോള്.
അപ്പം നമ്മൾ ഈ താക്കോൽ വെച്ച് മറ്റു വണ്ടികളുടെയൊക്കെ തിരിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ വളച്ച്, പക്ഷേ ഇതിനൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്വിച്ച് ഞെക്കിയ ഉടനെ തന്നെ ആ ഹോൾ അങ്ങ് അടഞ്ഞു. അപ്പോൾ അതിനകത്ത് നമുക്ക് വെള്ളം ഇറങ്ങാതൊക്കെ ഇരിക്കാൻ വളരെ ഉപകാരമാണ്. വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇത് ഭയങ്കര ടൈറ്റാകും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇത് ഡിമ്മും ബ്രൈറ്റ്നസ് സ്വിച്ച്, ഇൻഡിക്കേറ്റേഴ്സിന് സ്വിച്ച്, പിന്നെ ഹോണിന് സ്വിച്ച്, പിന്നെ ഇവിടെ ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേന് സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊരു സ്വിച്ച്. ഗൈസ്, ഇതിൻ്റെ വീൽ ബേസ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ 1265 ഇതിൻ്റെ വീൽ ബേസ് കാര്യം. വണ്ടിയുടെ മൊത്തം വെയിറ്റ് എന്ന് പറയുന്നത് 110 കിലോ ആണ്. 110 കിലോ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ എന്തേലും വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. നമുക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ചൊക്കെ വേണമെങ്കിലും അല്ലെങ്കിൽ ചെരിഞ്ഞ് പോവുകയാണെങ്കിലും മുറിക്കാനൊന്നും വേറെ ഈ വലിയ മോടിയൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കുക വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടിക്ക് അത്ര വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല. 110 കിലോ നമുക്കറിയാമല്ലോ. പിന്നെ ഈ പാർട്സൊക്കെ അത്യാവശ്യം നല്ല പാർട്സും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 780 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞു വരുന്നത് 160 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കേണ്ട സമയമായി. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ ആയി ഞാൻ വരുന്നിടം വരെ ബൈ.